ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നീതിയും സമാധാനവും എന്നതാണ്. നീതിയും സമാധാനവും തീരെയില്ലാത്ത ലോകത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. സമാധാനം എന്ന പദത്തിൽ നീതി, ദയ, സത്യം, ധർമ്മം, ആർദ്രത എന്നിവ ഉൾക്കൊള്ളുന്നു. നീതിയും സത്യവും ഇല്ലാതെ സമാധാനമില്ല. സത്യം, നീതി, ധർമ്മം എന്നിവയുടെ ഇഴുകിച്ചേരലാണ് സമാധാനം. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ 11-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ചെന്നായി കുഞ്ഞാട്ടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവ് ബാലസമൂഹവും തരിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. സമാധാനത്തിൻ്റെ വൈവിധ്യതയുടെ ചിത്രമാണിത്. വ്യക്തികളും സമൂഹങ്ങളും ഉൾപ്പെടുന്ന മാനവരാശിയുടെ നന്മയും പ്രകൃതിയിലെ സഹനത്തിൻ്റെയും സുസ്ഥിതിയുമാണ് സമാധാനം എന്നുള്ളത്. മാനവരാശിയുടെ സമഗ്രതയിൽ പ്രകൃതി ബന്ധവും മനുഷ്യബന്ധവും സുദൃഢമായിട്ടുള്ളതാണ്. അതിനാൽ അനീതി, ദാരിദ്ര്യം, പ്രകൃതിക്ഷോഭം, യുദ്ധം, ഭീകരത, വർഗീയത എന്നിവ സമൂഹത്തിൽ ശക്തിപ്പെടുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഒരു വിശ്വാസി ദൈവത്തെ സമ്പൂർണ്ണമായി വിധേയപ്പെടുമ്പോൾ ലഭ്യമാകുന്ന സമാധാനം വാക്കുകൾക്ക് അതീതമാണ്. നീതിയിലും ധർമ്മത്തിലും ദൈവിക ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് സമാധാനം. ഇത് ദൈവിക ദാനമാണ്. യേശുവാണ് സമാധാനത്തിൻ്റെ ആധാരം. യേശുവിൻ്റെ ജീവിതമാണ് സമാധാനത്തിൻ്റെ സന്ദേശം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ സമാധാനം നമുക്ക് കൈവരിക്കണമെങ്കിൽ നാം അവനിലേക്ക് തിരിയണം, അവനെ രക്ഷിതാവായി കാണണം. അവനല്ലാതെ വേറെ രക്ഷയില്ല എന്നത് മനസ്സിലാക്കണം. യഹൂദന്മാർ അഭിവാദനം ചെയ്തിരുന്ന പദമാണ് ഷാലോം, സമാധാനം. എബ്രായ സങ്കല്പത്തിൽ സമാധാനം എന്നത് ദൈവത്തോട് താതാത്മ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത്. അങ്ങനെ നാം ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ മനുഷ്യരോടും സമാധാനം സംജാതമാക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സമാധാനത്തിൻ്റെ ബാഹ്യതലത്തിൽ നീതിയും സമാധാനവും പരസ്പര പൂരകങ്ങളാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്നാണ്. നമുക്ക് നീതി വേണമെങ്കിൽ നാമും നീതിയുള്ളവർ ആയിരിക്കണം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവന് സമാധാനം ലഭിക്കുന്നു. അത് പ്രകൃതിയുടെ നിയമമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ നമ്മെ സമാധാനമുള്ളവരാക്കും. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ഭയം അതിനാൽ ഇല്ലാതെയാകുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. ഈ സമാധാനം നമുക്കും ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ ഈ സമയം വിശുദ്ധിയോടുകൂടി ആചരിക്കണം. അതിനായി നാം നമ്മെ തിരുത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പ്രാർത്ഥനാ നിരതരായി ജീവിക്കേണ്ടതുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സൽപ്രവൃത്തിയിലൂടെ നമ്മെ തന്നെ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പുതിയ തലമുറയെ വിശ്വാസത്തിൽ നയിക്കേണ്ടതുണ്ട്. അതിനായി നാം നല്ല ഒരു മാതൃക കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മൾ ഓരോരുത്തരിലും കാണാത്ത ഒരു സംഗതിയാണ് മാതൃക എന്നത്. ആ മാതൃക നമ്മൾ ഒരു നല്ല രീതിയിൽ കാട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പുതിയ തലമുറ വിശ്വാസത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഓരോ മനുഷ്യനിലുമുള്ള തിന്മയും അധികാരവും അധാർമികതയും നിഗ്രഹിച്ച്
ജീവൻ്റെയും പ്രകാശത്തിൻ്റെയും ആത്മീയത ഉൾക്കൊള്ളുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ വസിക്കുവാൻ സാധിക്കും. സമാധാനം പങ്കിടുവാൻ നമുക്ക് കഴിയും. ആ സമാധാനത്തിലൂടെ നീതി നടപ്പാക്കുവാൻ നമുക്ക് സാധിക്കും. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ ഉളവാകും. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ൻ്റെ 23-ൻ്റെ ആദ്യ ഭാഗവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാണ്. ഇവ നമ്മിൽ വസിച്ചാൽ ദൈവം നമ്മോട് ഒപ്പമുണ്ടാകും. അവൻ നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹ്റോനോടും പുത്രന്മാരോടും പറയേണ്ടുന്നത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ സൃഷ്ടിയെ ഈ അവസരത്തിൽ പുതുക്കി ദൈവത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.